ഗുഡ് ഈവനിങ്. ബൈജു രവീന്ദ്രൻ പിശാചിൻ്റെയും കടലിൻ്റെ ഇടയ്ക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് എല്ലാം കൂടെ അങ്ങനെ പിടിക്കാൻ വരുന്നു, മറു സൈഡിൽ നിന്ന് ഗവൺമെൻറ്റും ഇ ഡിയും കൂടെ പിടിക്കാൻ വരുന്നു. ഇ ഡിക്ക് പുറകെ ഇപ്പം GST ഇൻകം ടാക്സും ഒക്കെ. പിന്നെ ഈ ബൈജുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അയാൾ ഇന്ത്യയിലുണ്ടോ വിദേശത്ത് എവിടെയെങ്കിലും ആണോ ആർക്കും അറിയത്തില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഈ BJP ഗവൺമെൻറ് ഉണ്ടല്ലോ, ഇവരാണ് ഈ ബൈജുവിനെ ഇത്രയും വഷളാക്കാൻ അനുവദിച്ചത്. അവർക്ക് അവരുടെ ടാക്സ് കിട്ടും, ഇൻകം ടാക്സോ GST അങ്ങനെ പലതരത്തിലുള്ള ടാക്സ് കിട്ടും. അതായത് ഈ പബ്ലിക് കൊടുക്കുന്ന കാശുണ്ടല്ലോ, അത് 25% ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോകും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം 6 മാസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാനൊരു വാർണിംഗ് കൊടുക്കുമായിരുന്നു ഈ പേരൻസിനും അതുപോലെ അവിടുത്തെ എംപ്ലോയികൾക്കും. എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാൻ നോക്കുക, വേറെ വല്ല ജോലിയും തപ്പി പോവുക, അല്ലെങ്കിൽ പേരൻസിനോട് ഇനിയും കൊണ്ട് നിങ്ങളെ കാശ് കളയരുത്, പെട്ടെന്ന് റീഫണ്ടും മേടിച്ച് കിട്ടുന്നതും മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ നോക്കുക. പേഴ്സണലായിട്ട് അറിയാവുന്നവരൊക്കെ വിളിച്ച് താങ്ക്സ് പറഞ്ഞു. എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്, ഒരു 10 പേരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് മാനസാന്തരപ്പെട്ട് ഇതിനകത്ത് രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത്. അറിയാവുന്ന 2 ജോലിക്കാരുണ്ടായിരുന്നു വൈദ്യുസ്, അവരും ആ കമ്പനി ഒരു ഡിസംബർ ആയപ്പോഴത്തേക്കും വിട്ടു, അവർ വേറെ ജോലിക്ക് കയറി. ഈ ബൈജൂസ് കമ്പനിയെക്കുറിച്ച്, അതല്ല ഏത് ഫ്രോഡ് കമ്പനിയെക്കുറിച്ചും അത്യാവശ്യമൊക്കെ ഒന്നും അറിയണമെങ്കിൽ പത്രം വായിക്കുക, TV ന്യൂസ് കാണുക, ഗൂഗിളിൽ പോയിട്ട് അവരുടെ ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കും. കഴിഞ്ഞ 4 വർഷത്തെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, ഇത്ര മതി, ഇത് കൂടുതലൊന്നും ആവശ്യമില്ല. ഇവർ ഏത് തരത്തിലുള്ള ഫ്രോഡ് പരിപാടിയെ കാണിക്കുമെന്ന് അറിയാനും പറ്റും. അതിനായിട്ടൊരു ചാർട്ടേഡ് അക്കൗണ്ട് ആവണമെന്നൊന്നുമില്ല, വേറൊരു കോമൺ സെൻസ് മതി ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട്. അന്നത്തെ വീഡിയോയുടെ ലിങ്ക് ഞാനോട് ചേർക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം. അതിനുശേഷം ഈ 6 മാസത്തിനിടയ്ക്ക് ഓരോ 3 ദിവസം 4 ദിവസം കൂടുമ്പോഴും ഞാൻ ഇൻ്റർനെറ്റിലൊന്ന് ചെക്ക് ചെയ്യും എന്താണ് അവിടെ സംഭവിക്കുന്നത്. ഞാൻ വിചാരിച്ചത് ശരിക്കും ഒരു പോസിറ്റീവ് മൈൻഡോടെ ചിന്തിച്ചാൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ആ കമ്പനി ഇപ്പം മുമ്പോട്ട് പോകുന്നുണ്ട്, ഇത് കേൾക്കാനാണ് നമുക്കൊക്കെ സന്തോഷം. അതല്ല, ഓരോ 3 ദിവസം 4 ദിവസം കൂടുമ്പോഴും ഏതെങ്കിലും ഒരു TV ചാനൽ അല്ലെ ഏതെങ്കിലും ഒരു പത്രം ഇവര് ഒരു ന്യൂസ് ഇടുന്നുണ്ടായിരുന്നു. അവിടുത്തെ CFO മാറി, ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ, CTO ചീഫ് ടെക്നിക്കൽ ഓഫീസർ, ബിസിനസ് ഹെഡ്, ട്യൂഷൻ ഹെഡ്, റീറ്റെയിൽ ബിസിനസ് ഹെഡ്, ഇങ്ങനെ കുറേ ഹെഡുകളുണ്ട്. പിന്നെ കുറേ വൈസ് പ്രസിഡന്റുകളും പ്രസിഡന്റുമാരും ഉണ്ട്. പുതിയ ആൾ വരുന്നു, പഴയ ആൾ പോയി, ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ 3-4 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഓരോരുത്തർ വരുന്നു പോകുന്നു. അതായത് ഇവരാരും തന്നെ നേരിട്ട് ട്യൂഷൻ പഠിപ്പിക്കുന്ന ആൾക്കാരല്ല, ഇവരൊക്കെ വലിയ സാർമാരാണ്. ജോലി ചെയ്യുന്നവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് ജോലിക്ക് വെച്ചിരിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ CTO CFO ഒക്കെ. ഇവരൊക്കെ ലക്ഷങ്ങൾ ശമ്പളം പഠിച്ചുകൊണ്ട് പോകും, എന്നിട്ട് സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കും. കഴിഞ്ഞ കുറേ വർഷമായിട്ട് സ്ട്രാറ്റജിക്കൽ ഡിസിഷൻ എടുത്ത് ഏത് കമ്പനി ഇപ്പം ഈ ലെവലിലെത്തി. അന്ന് ഡിസിഷൻ എടുത്തവരൊക്കെ സമയാസമയങ്ങളിൽ മുങ്ങി, അവരുടെ ശമ്പളം മേടിച്ചുകൊണ്ട് മുങ്ങി. ബൈജു രവീന്ദ്രനാണ് തേരാപ്പാര അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഭാര്യയും അത്യാവശ്യം ഡയലോഗൊക്കെ അടിച്ചുകൊണ്ട് വരും. സിമ്പിളായിട്ട് പറയാം, ഇതൊരു ട്യൂഷൻ കമ്പനി അല്ലേ. നമ്മുടെയൊക്കെ അയലോക്കത്തൊക്കെ ഉള്ള ട്യൂഷൻ ടീച്ചർമാരെ എല്ലാവരെയും കൂടെ ചേർത്ത് വെച്ചിട്ട്, ഇന്ത്യയിലെ ട്യൂഷൻ ടീച്ചർമാരെ എല്ലാം കൂടെ പിടിച്ചു വെച്ച് ശമ്പളം കൊടുത്ത് നിങ്ങൾ ട്യൂഷൻ പഠിപ്പിക്കുക, വേറെ പ്രൈവറ്റ് ട്യൂഷൻ ഒന്നും പോകണ്ട എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് കഠിനാധ്വാനം ചെയ്യിപ്പിച്ചിട്ട് പിള്ളേരിൽ നിന്ന് കൂടുതൽ കാശ് അടിച്ചു മാറ്റാനുള്ള ശ്രമം, ഇത്രയൊക്കെ അവർ ചെയ്യുന്നുള്ളൂ. ഇവരുടെ മെയിൻ സ്ട്രാറ്റജി എന്തായിരുന്നു? മാർക്കറ്റിംഗുകാർ വന്നിട്ട് പറയുന്നത് നിങ്ങളുടെ ചൈൽഡ്, നിങ്ങളുടെ കുട്ടിയുടെ മുകളിൽ പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ ഉണ്ടാവും. 1 മണിക്കൂർ ഒരു മെന്റർ അല്ലെ ഒരു ടീച്ചറിന്റെ പേരൊക്കെ മാറ്റി മെന്റർ എന്നാക്കിയാണ്. ഈ മെന്ററെ വെച്ചിരിക്കും, ആ 1 മണിക്കൂർ നിങ്ങളുടെ കൂടെ എല്ലാ ദിവസവും കാണും, സൺഡേ ഇല്ല. ഈ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ടീച്ചർ ഒരു ദിവസം എത്ര സമയം പഠിപ്പിക്കാൻ പറ്റും? 8 മണിക്കൂർ അല്ലെ 10 മണിക്കൂർ? അതിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് വായിട്ടല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും സാധിക്കുമോ? ഇവർ വന്ന് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും, പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ ആണെന്നൊക്കെ പറയും. പിള്ളേർ കുറേ പേരിരുന്നും ഇരിക്കും, ബോറടിക്കും. കുറച്ച് കഴിയുമ്പോൾ ടീച്ചറിനും ബോറടിക്കും. പിന്നെ കുറേ പേരുണ്ട് ഈ ശരിക്കും ഈ ട്യൂഷൻ ടീച്ചർമാരാരാ? വേറെ ജോലിയൊന്നും കിട്ടാത്ത ആൾക്കാർ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നു അല്ലേ. ഈ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും അവർക്ക് കിട്ടില്ല. കാരണം ഒരു ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ജോലി മേടിക്കാനുള്ള കഴിവില്ല. അവർ ട്യൂഷൻ പഠിപ്പിക്കാൻ തുടങ്ങും എന്തെങ്കിലും ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട്. ഇവർ വലിയ ഉത്സാഹത്തോടെ ബൈജൂസിലോട്ട് ഓടിച്ചേരുന്നു. 30,000-40,000 ഒക്കെ ശമ്പളമൊക്കെ കിട്ടുന്നു. വരാൻ പോകുന്ന പണി അവർക്കറിയില്ല. ഇവരെ കൊണ്ട് ലോഡ് എടുപ്പിക്കാൻ പോകാണെന്നുള്ള കാര്യം ഇവരറിയാതെ പോയി അവിടെ പോയി ജോയിൻ ചെയ്യും. 30,000 രൂപ ശമ്പളം കിട്ടും എന്നൊക്കെ പറയും. 30,000 രൂപ ശമ്പളം കിട്ടുമ്പോൾ ഒരു സൺഡേ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 25 ദിവസം ഒന്ന് കൂട്ടിക്കോ. ഒരു ദിവസം എത്ര രൂപ കിട്ടും? 1000 അല്ല 1200 രൂപ കിട്ടും. ചിലപ്പോൾ 1500 മേടിക്കുന്നവരും കാണുമായിരിക്കും, സ്പെഷ്യൽ എൻട്രൻസ് കോച്ചിങ് ഒക്കെ കൊടുക്കുന്നവർ. എന്നാലും ഇത്രയൊക്കെ വല്ലേ ഉള്ളൂ. ഇവിടുത്തെ മേസരിക്ക് കിട്ടും 1500 രൂപ. അത് ഇവർ ആലോചിക്കുന്നില്ല. 30,000 രൂപ 35,000 രൂപ ഇതിങ്ങനെ പറഞ്ഞ് കൊണ്ട് നടക്കാൻ കൊള്ളാം. പിന്നെ വേറെ കുറേ കാറ്റഗറി ടീച്ചർമാരുണ്ട്. റിട്ടയർഡ് പ്രൊഫസർ, അത് അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന കാര്യമാണ്. റിട്ടയർഡ് പ്രൊഫസറും റിട്ടയർഡ് ലെക്ചറും ഒക്കെ. ഇവർക്ക് ശരിക്കും ജോലി ആവശ്യമില്ല. അവർക്ക് എന്തെങ്കിലും ഒരു പാരലൽ ഇൻകം വേണം, ടൈം പാസ് വേണം. ഇതിന് വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവിടെ പോയി ചേർന്നിട്ട് പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞ് പോകും.
അവരുടെ മകളെ കെട്ടിക്കാൻ നേരത്തോ അല്ലെങ്കിൽ മകൾക്ക് കൊച്ചുണ്ടാകുമ്പോഴോ മകൻ അമേരിക്കയിലോട്ട് വിളിക്കുമ്പോഴോ ഒക്കെ ഇവരിത് വിട്ടിട്ട് അങ്ങോട്ട് പോകും. അവർക്കൊരു ടൈം പാസ്സാണ്. പിന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ന്യായം നമുക്ക് പിള്ളേർക്ക് പ്രതീക്ഷിക്കാമോ? അതുമില്ല. ഒരു സ്റ്റുഡൻറ്റ് 40,000 മുതൽ 50,000 വരെ, സ്കൂൾ സ്റ്റുഡൻറ്റിൻ്റെ കാര്യമാണ്, എൻട്രൻസ് എക്സാമിൻ്റെ കാര്യമല്ല, 40,000 മുതൽ 50,000 വരെ ഫീസ് പേ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാൽക്കുലേഷൻ വേണ്ടി 50,000 എന്ന് എടുത്തു. ഈ 50,000-ൻ്റെ 25% അല്ലെ 12,500 രൂപ 13,000 രൂപ ഗവൺമെൻറ് കൊണ്ടുപോകും. GST ആയിട്ടും ഇൻകം ടാക്സ് ആയിട്ടും ഒക്കെ. 1000 കോടിയുടെ ബിസിനസ് നടന്നാൽ ഗവൺമെന്റിന് 250 കോടി കിട്ടും. സിമ്പിൾ ഇക്വേഷൻ. ഇപ്പം മനസ്സിലായാലും എന്തിനാ ഗവൺമെന്റ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് കണ്ണടച്ചു തന്നതെന്ന്. നീ ചാകുന്നിടം വരെ ആ ദിവസം വരെ നീ ബിസിനസ് ചെയ്തു, അന്ന് വരെയുള്ള ടാക്സ് എനിക്ക് കിട്ടിയാൽ ഐ ആം ഹാപ്പി. ഇതാണ് ഗവൺമെന്റ് സ്ട്രാറ്റജി. ഈ കമ്പനി പൊട്ടാൻ പോകുന്നുള്ള കാര്യം ഞാൻ 6 മാസം മുമ്പേ പറഞ്ഞു. മറ്റുള്ളവരൊക്കെ 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് പറഞ്ഞു. ചില ഫൈനാൻഷ്യൽ എക്സ്പേർട്സ് ഒക്കെ അവരൊക്കെ 2017 തൊട്ട് പറയുന്നുണ്ടായിരുന്നു ഈ കമ്പനി പൊട്ടുമെന്ന്. ഗവൺമെന്റ് ഒരു ആക്ഷൻ എടുത്തില്ല. പിന്നെ മീഡിയ ഇഷ്ടംപോലെ പരസ്യം വരുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് എതിരായിട്ടൊരു ന്യൂസ് ഇടണം, അവരും ഇട്ടില്ല. ഇപ്പോൾ ഈ കമ്പനിയിലെ ജോലിക്കാരുണ്ടല്ലോ, ബ്രാഞ്ച് മാനേജർ, റീജിയണൽ മാനേജർ, സ്റ്റേറ്റ് ഹെഡ്സ്, ഇങ്ങനെയുള്ളവന്മാർ, ഇവരാരും പ്രത്യേകിച്ച് യാതൊരു പണിയും ചെയ്യുന്നില്ല. കാരണം ഇവർക്ക് പഠിപ്പിക്കുന്ന സ്റ്റാഫിനെ ഫേസ് ചെയ്യാൻ പേടിയാണ്. എല്ലാവരും ഒരു ഫ്രണ്ട്ലി വേയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പും ഒക്കെ പറഞ്ഞ് വാട്സപ്പിനകത്തൂടെ മെസ്സേജും ഒക്കെ ഫോർവേഡ് ചെയ്താൽ ഓഫീസിൽ നിന്ന് സമയം കളയുക. എങ്ങനെയല്ല അടുത്ത ജോലി കിട്ടുന്നിടം വരെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശമ്പളം കിട്ടും. അതല്ലാതെ ഇവന്മാർ ആരും ഒന്നും ചെയ്യുന്നില്ല. ഒരു റിവൈവൽ പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ CTO പറയും, അല്ലെങ്കിൽ CEO പറയും. അതല്ലാതെ ഇവിടെ ഒരുത്തിനും ഒന്നും ചെയ്യും. കാരണം അവരാരും തന്നെ നേരിട്ട് ഇവരുടെ മുമ്പിലോട്ട് വരില്ലല്ലോ. വന്നാൽ ചിലപ്പോൾ ചീത്ത ഗവർണർമാരും മിണ്ടാതെ അവരുടെ ഓഫീസിൽ കയറി ഇരിക്കും. പിന്നെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ആർക്കാണ്? ഇവർക്ക് ലോൺ കൊടുത്തിരിക്കുന്ന ബാങ്കുകാർക്ക്, ജോലിക്കാർക്ക്, പിന്നെ പുറത്തുനിന്ന് വന്ന് ഇൻവെസ്റ്റ് ചെയ്തവന്മാർക്ക്. ഇവർക്കിട്ടെല്ലാം പടി കിട്ടിക്കഴിഞ്ഞു. ഒരുത്തിനും രക്ഷപ്പെടത്തില്ല. നമുക്കൊരു 10 വർഷം കഴിഞ്ഞിട്ട് നമുക്കൊരു സ്റ്റഡി സബ്ജക്റ്റ് ആക്കി വെക്കാം. നേരത്തെ ഹർഷദ് മെഹ്തയുടെ ഒക്കെ കഥ വന്നില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ ബൈജു രവീന്ദ്രനെ കുറിച്ചും കഥ എടുക്കാനൊക്കെ ആയിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുക. നമുക്ക് നെറ്റ്ഫ്ലിക്സിലൊക്കെ ഡോക്യുമെൻ്ററി ആയിട്ടൊക്കെ വരും ബൈജുവിൻ്റെ ഫെയിലിയർ എന്താണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ കമ്പനി എങ്ങനെയാണ് പൊട്ടിയതെന്ന്